കൂട്ടുകാരെ, ചൈന ചിപ്പോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം ലഡു ആണ്. അപ്പൊ ഈത്തപ്പഴത്തില് ഞാൻ ടൂട്ടി ഫ്രൂട്ടി, ചെറി, പിന്നെ പഞ്ചസാര ലൈനില് ഇങ്ങനെ ഈത്തപ്പഴം ഇട്ടിട്ട് വിളയിച്ചെടുത്തതാണ് ഇപ്പൊ ഈ പാത്രത്തിൽ ഇരിക്കുന്നത്. പിന്നെ വെള്ള അവിയലാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കാഷ്നട്ട് നെയ്യില് വറുത്തെടുത്ത് കോരിയതാണ്. പിന്നെ ഏലക്കാപ്പൊടിയാണ് ഇത്. പിന്നെ റെഡ് ചെറിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കാണ്. 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതില് വെള്ള അവിയൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് വെള്ള അവിയലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതില് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, മധുരത്തിനനുസരിച്ച് നമുക്കിതില് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ചെറിയൊരു 5-6 ചെറി ഉണ്ടാവും. അപ്പൊ ഇത്രയും നമ്മള് നന്നായിട്ട് നെയ്യില് വറുത്ത് കോരി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മള് ഈത്തപ്പഴം മിക്സിയിലേക്ക് ഇടാണ്. ഈത്തപ്പഴത്തില് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഈത്തപ്പഴമാണ് വിളയിച്ചെടുത്തത് പഞ്ചസാര ലൈനില്. പിന്നെ നമ്മള് നെയ്യില് വിളയിച്ചെടുത്ത ഐറ്റംസ് ഇതിലേക്ക് ഇട്ടു. നന്നായി പൊടിച്ചെടുക്കാണ്. പഞ്ചസാര കുറവിട്ടാലും മതി. നമ്മൾ ഈത്തപ്പഴത്തിനൊക്കെ നല്ല മധുരമുള്ളത് കൊണ്ട് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ പൊടിച്ചു കഴിഞ്ഞു. ഇത് ഇനി നന്നായിട്ട് ചപ്പാത്തിയുടെ ആ കുഴ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എല്ലാതും നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഈത്തപ്പഴം കട്ടിയായിട്ടൊക്കെ കിടക്കണ്ടാവും, അതൊക്കെ നന്നായി ഇടിച്ച് കുഴച്ചെടുക്കണം. ഈ ചപ്പാത്തിയുടെ ആ ഉണ്ട പോലെ ആക്കിയെടുക്കുക. ഇനി നമ്മൾ അതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി നന്നായിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ വെക്കാം. ഇതാണ് നമ്മുടെ ഈത്തപ്പഴത്തിന്റെ ലഡു. നല്ല രുചികരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു തന്നെയാണ്. നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.